ഒരു പ്രത്യേകതയുണ്ട് എന്റെ റിലാക്സ് കോഴ്സ്, അതായത് എന്റെ മോന് ഇവനെ പോലെ തന്നെയാണ് എനിക്ക് റിലാക്സ് കോഴ്സ്. ഓക്കെ, അപ്പൊ അവന് 2 വയസ്സായി, ഒഫീഷ്യലി 2 വയസ്സായി പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ 25 വർഷം നമുക്ക് വേണമെങ്കിൽ പറയാം, എന്റെ 10 വർഷം റിസർച്ച് എന്നൊക്കെ പറയാം. കാരണം എന്റെ ജീവിതം, അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയും എന്റെ ഈ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു റിസർച്ച് നടന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ആ ഒരു 2ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്മാൻ ആയിട്ട് മുമ്പോട്ട് പോവില്ല. കാരണം ബിസിനസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം സമ്പാദിക്കണം, സമ്പത്ത് സമ്പാദിക്കണം, അവന് വേണ്ടി, അവന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പരിശ്രമിക്കേണ്ടി വരും. പക്ഷെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ളവരുടെ പട്ടിണിയും അസുഖവും മാറണം. ഓക്കെ, അത് തന്നെയാണ് ഞാൻ പണ്ട് മുതലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, പ്രാർത്ഥനയെല്ലാം ഇപ്പോ യുവജന പിള്ളേർക്കെല്ലാം തമാശയാണ്, കാരണം ദൈവമില്ല ആ ഒരു രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ പണ്ട് മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം, ഓക്കെ, ഈ ലോകത്തുള്ളവരുടെ പട്ടിണി അസുഖവും മാറണമെന്നാണ്. അപ്പൊ 2015 എനിക്ക് ഫുൾ A+ എന്നുള്ള രീതിയിൽ കിട്ടി. അതിനുശേഷം ഇപ്പൊ 2025 ആയപ്പോൾ ഞാൻ ആ ഒരു കാര്യം എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതായത് ലോകത്തുള്ളവർ എല്ലാവരുടെയും പട്ടിണി അസുഖവും മാറണം. ഓക്കെ, പട്ടിണി അസുഖവും മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റം മാറിയാൽ മാത്രമേ പട്ടിണി അസുഖവും മാറുള്ളൂ. കാരണം നമ്മുടെ അസുഖം ഇപ്പോ വന്നല്ലോ, ഞാൻ ഇങ്ങനെ കുറെ കുറ്റം പറയുന്നുണ്ട്, പക്ഷെ അവൻ വളരെ സത്യസന്ധനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ തന്നെ പറയും മെഡിക്കൽ എറേഴ്സ്. അതായത് ഡോക്ടർമാര് അവരുടെ കൈകൊണ്ട് പറ്റുന്ന ഒരു എറേഴ്സ് ആണ് ഈ പറയുന്ന ബാഹു കൈ ഒടിഞ്ഞപ്പോഴും അവരുടെ കൈപ്പ് വളഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരു മെഡിക്കൽ എറർ ആണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെല്ലാം സിറപ്പെല്ലാം കുടിച്ച് മരിച്ചു പോകുന്നു, കുഞ്ഞുങ്ങളുടെ കണ്ണ് പോകുന്നു, കൈ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മുള്ളുകൊണ്ട കുഞ്ഞിന്റെ കൈ മുറിച്ചു കളഞ്ഞു ഡോക്ടർമാര്. അപ്പൊ ഈ സിസ്റ്റം എല്ലാം 100 വർഷം മുമ്പ് വന്നതാണ് ഈ മെഡിക്കൽ. ഓക്കെ, അതിന് മുമ്പേ മനുഷ്യർ ജീവിച്ചു. 4.6 ബില്യണായി വർഷം ഈ ഒരു എർത്ത് തുടങ്ങിയിട്ട്. ഓക്കെ, നമ്മളെല്ലാം സസ്യങ്ങളും ജീവജാലങ്ങളും വേദം വഴിയുള്ള എല്ലാവിധ ആയുർവേദിക്കൊക്കെ ആയിരുന്നു. ഇത് വലിയൊരു ബിസിനസ് ആയിട്ട് ഇങ്ങോട്ട് വളർന്നപ്പോ അല്ലേ ഇപ്പൊ എല്ലാ സിസേറിയൻ എല്ലാമാണ്, പ്രസവമൊക്കെ വളരെ വളരെ നോർമലായി. അപ്പൊ ഈ ഒരു സിസ്റ്റം, കാരണം ഒരു ബിസിനസ് മാത്രമായി മനുഷ്യരുടെ ശരീരം കണ്ടപ്പോൾ ഇവിടെ ലോകത്തെല്ലാം എല്ലാവിധ അസുഖങ്ങളും തുടങ്ങി. കാരണം അസുഖം ഇല്ലാതായി കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽസും മെഡിക്കലും ഈ പറയുന്ന ഗവൺമെന്റ് എല്ലാം പട്ടിണിയായി പോകും, കമ്മീഷനൊന്നും കിട്ടില്ല, ഇൻഷുറൻസ് കമ്പനി എല്ലാം പൂട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇല്ലാതാക്കണം. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സിസ്റ്റം ഇല്ലാതാക്കിയാൽ മാത്രമേ പട്ടിണി പട്ടിണി പിന്നെ മാറണം. ഇപ്പോ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും മാറി എന്നൊക്കെ പറയണ്ടേ, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എനിക്ക് മനസ്സിലാവില്ല. അതിദാരിദ്ര്യവും ദാരിദ്ര്യവും, ഓക്കെ, പട്ടിണിയും അസുഖവും ഈ പറയുന്ന കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം ഞാൻ ചുറ്റും കാണുന്നുണ്ട്. എന്റെ ചുറ്റുമുള്ള അമ്മമാരുടെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ പട്ടിണി ദാരിദ്ര്യം എല്ലാം പറയുന്നത്. ഇതെല്ലാം ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മീഡിയസ് വഴി. അതോടൊപ്പം മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ വിഡ്ഢികളായ അപ്പൂപ്പന്മാർ ഇങ്ങനെ BJP എന്ന് പറഞ്ഞ കുറച്ച് പേരിക്കും, LDF എന്ന് പറഞ്ഞ കുറച്ച് പേരിക്കും, UDF എന്ന് പറഞ്ഞ കുറച്ച് പേരിക്കും, എന്നിട്ട് ഇങ്ങനെ പരസ്പരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതായത് ഫൂൾസ്, വിഡ്ഢികൾ. പക്ഷെ അവരറിയുന്നില്ല അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം ഇല്ലാതാകുമെന്ന്. ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് ജോലി മാത്രമല്ല. ഓക്കെ, ഇവിടുത്തെ ഈ പറയുന്ന നമ്മുടെ മന്ത്രിമാരെ, നമ്മുടെ അംബാനിനെയൊക്കെ വെച്ചിട്ടാണ് തമാശ കളിക്കുന്നത്. കാരണം ആൾക്കാർ ഒരിക്കലും നമുക്ക് പിടിക്കാൻ പറ്റില്ല. നാളെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പെങ്ങന്മാരുടെ എല്ലാം വൃത്തിഹീനമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇറങ്ങും. ഓക്കെ, അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം. ഇതെല്ലാം 2030 എൻഡ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം ഇല്ലാതാക്കണം, മൃഗമാക്കണം. അപ്പൊ ഇതൊന്നും നടക്കില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണം. ഇത് തന്നെയാണ് ആ ഒരു ബർത്ത്ഡേ